പെറ്റൻ ലീഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബ്രസീലിയൻ മൽബറി, ലോങ് മൽബറി കൂടുതൽ കായ്ക്കാനും ഒരുപാട് ഫലങ്ങൾ തരുവാനും ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രത്യേകത, ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്ത ഈ കാര്യങ്ങള്, അതിന്റെ ഫലപ്രാപ്തി അതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുകയാണ്. അപ്പൊ ഇതിനെ ചെയ്യേണ്ടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മള് ഇതിനകത്ത് ഒരു ഇല പോലും നിർത്താതെ, ഞാനിങ്ങനെ ഇത് കോതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് എനിക്കൊരു ഐഡിയ വന്നത്. ഇങ്ങനെ കട്ട് ചെയ്യണം. അതിന്റെ ഇലകള് ഒരു ഇല പോലും നിർത്താതെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം. ഇത് കണ്ടോ, മൊത്തം നമ്മള് അതിന്റെ ഇലയെല്ലാം ഒരു ഇല പോലും ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇലയുടെ ഇത് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. കണ്ടോ, ഇലയിൽ നിന്ന് അതിന്റെ തണ്ട് അങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്യണം. ഞാനിത് 2-3 ദിവസം മുമ്പ് കട്ട് ചെയ്തതാണ്. മഴ കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തന്നെ അതാ നോക്കിക്കേ, കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ മുകുളം വരുന്നുണ്ടോ, മുകുളം വരുമ്പോഴത്തേക്ക് അതിനകത്ത് നിറയെ അതിന്റെ കായ്കളാണ്. അപ്പൊ ഇത് കൂടുതൽ എങ്ങനെ നമുക്ക് ഇതിനകത്ത് വരുന്നതെല്ലാം റെഡിയാക്കാന്നുള്ളത്, ഈ മുറിച്ച ഭാഗങ്ങളിലെല്ലാം നമ്മൾ പൈട്രാൻ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് കലർന്ന വേറെ സാഫോ ഇൻഡോഫിലോ എന്തായാലും മതി, ഒരു ഫംഗിസൈഡ് നമ്മളിങ്ങനെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം വെച്ച് കരിഞ്ഞു പോവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വലിയ കൊമ്പുകളൊക്കെ നമ്മളിങ്ങനെ വെട്ടിയിട്ടാണ് ഇല വെട്ടിയത്. അപ്പൊ അവിടെ എല്ലാം നമ്മൾ കോപ്പർ ഓക്സി ക്ലോറൈഡ്, പൈട്രാൻ, സാഫായാലും മതി, ഇൻഡോഫിലായാലും മതി, എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ കൊടുക്കണം. ഇതൊരു ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗിനകത്ത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് ഞാൻ സാധാരണ. അത് ഞാൻ ചെയ്യുന്നത് സാധാരണ ഒരു കട്ട വെച്ച്, ഇതിന്റെ ഇലയ്ക്കൊന്നും വേരിനോ ഒന്നും, വലിയ മരമല്ലേ, ചെറിയ മരത്തിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെറിയ തൈയൊക്കെ ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇങ്ങനെ നനക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് മുഴുവൻ ആ ഗ്രോ ബാഗ് മൊത്തത്തിലൊന്ന് ഇളകും, മണ്ണിളകും. നിങ്ങൾ ചെറിയ തടിയോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇപ്പൊ മൊത്തത്തില് അതിന്റെ മണ്ണൊന്നിളകിയതാ, ഇതിനകത്ത് ഒരു ഇളക്കം വരും. അതിനുശേഷം നമുക്ക് ഈ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച് വെച്ചേക്കുന്ന ചാണകവും ആട്ടിൻ കാഷ്ടവും ഒക്കെ കൂടെ ചേർന്ന ഒരു മിക്സറാണ്. അത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഈ ഗ്രോ ബാഗിന്റെ അടിയിൽ നിന്ന് വേര് താഴോട്ട് ഇറങ്ങിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് നീക്കി വെച്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ആ ആട്ടും കാഷ്ടവും ചാണകവും ഒക്കെ ഇളക്കി ഇതിന്റെ മോൾ ഭാഗവും നമ്മളിപ്പോ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കും. കുത്തി ഇളക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കണ്ടോ, നമുക്ക് ആ മണ്ണും ഇങ്ങനെ ഒന്ന് അതിന്റെ മോൾ ഭാഗവും ഒന്ന് കുത്തി ഇളക്കാം. അപ്പൊ മൊത്തം ഗ്രോ ഭാഗം മൊത്തത്തിൽ നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്താ നോക്കിക്കേ, 3 സ്ഥലത്തായിട്ട് ഞാന് 3 ചെറിയ കുഴിയുള്ളത്, 1, 2, 3 സ്ഥലത്തായിട്ട് എടുത്തിട്ട്, അതായത് കണ്ടോ, പൊട്ടാഷാണ്, പൊട്ടാഷ്. അപ്പൊ ഇത്ര എടുക്കുമ്പോഴത്തേ ഏകദേശം ഒരു 15 ഗ്രാം പൊട്ടാഷ് ഈ 3 സ്ഥലത്തായിട്ട് ഞാൻ കുഴിക്കകത്ത് 3 സ്ഥലത്തായിട്ടിട്ട് ആ കുഴി അങ്ങ് നികത്തും. അപ്പോഴ് അത് സാവകാശം ഒരുപാട് അങ്ങ് ചേർന്ന് പോകാത്തത്, ഇത് ഒരുപാട് നല്ല വേരൊക്കെ വന്നതായതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല. അതിനുശേഷം നല്ലതുപോലെ ഇത് നനച്ചു കൊടുക്കും. ഇതേപോലെ തന്നെ അപ്പുറത്തൊരാളിനെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഞാൻ വെട്ടി നിർത്തിയിരിക്കുന്ന ലോങ് മൽബറിയാണ്. പിന്നെ ഇത് ബ്ലാക്ക്, നേരത്തെ നമ്മൾ ചെയ്തത് യെല്ലോ, അതും ഇതുപോലെ എല്ലാം വെട്ടി നിർത്തിയേക്കാണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനകത്ത് കയറി താങ്ങായിട്ട് അത് കായൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ശല്യം ചെയ്യാതെ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുകയാണ്. അത് ഇതിലും ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വെട്ടി നിർത്തിയിട്ട് 2-3 ദിവസമായി. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ വളപ്രയോഗങ്ങളും നമ്മൾ ചെയ്യും. അതിനുശേഷം ഇതാ നോക്കിക്കേ, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഹ്യൂമിക് ആസിഡ് ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ 2 ചെടികളുടെയും ചുവട്ടില് ഭംഗിയായിട്ട് വേരുപടലങ്ങൾ നനയത്തക്ക വിധത്തിൽ
ഒഴിക്കണം. കാരണം കൂടുതൽ നാരുവേര് പടലങ്ങൾ ഉണ്ടാകുവാനും നമ്മൾ കൊടുത്ത ഈ വളങ്ങളെല്ലാം അബ്സോർവ് ചെയ്യുവാനും സഹായിക്കുന്ന ഒരു ഓർഗാനിക് സാധനം തന്നെയാണ് ഹ്യൂമിക് ആസിഡ്. അപ്പൊ ഇത് വെട്ടിക്കഴിഞ്ഞ് ഇതിന്റെ മൂളങ്ങളെല്ലാം വരുന്നതും അതിന്റെ ബാക്കി ഇതിന്റെ ഫലപ്രാപ്തി എന്താണെന്നുള്ളതുമായിട്ടുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇന്ന് 10 ദിവസമായി. 10 ദിവസം കൊണ്ട് ഇതിന് എന്തൊക്കെ ചേഞ്ച് വന്നു, അതിനുശേഷം നമ്മൾ ഇന്ന് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കിക്കേ, എല്ലാം മുകുളങ്ങളെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്, പൊട്ടി വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഇത് എല്ലുപൊടിയേക്കാൾ നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. കാരണം ഞാനിവിടെ എല്ലുപൊടിയൊക്കെ ഇട്ട് കഴിയുമ്പം പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ വലിയ ശല്യം ഇതിന്റെ മൂട്ടിൽ ഉണ്ടാകാറുണ്ട്, ഇതിന്റെ ചുവട്ടിൽ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ എല്ലുപൊടിയുടെ അതേ ഉപയോഗമുള്ള റോക്ക് ഫോസ്ഫേറ്റ് ഞാനിതിനെ കുറച്ച് ഇതിന്റെ ചുവട്ടിലിട്ട് ഇളക്കി കൊടുക്കാം. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. എല്ലുപൊടി അല്ലവ റോക്ക് ഫോസ്ഫേറ്റ് ധാരാളം വേരുകൾ ഉണ്ടാകാനും കായ്പിടുത്തം ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ്. എല്ലുപൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ 10 ദിവസത്തെ നമ്മുടെ അതിൻ്റെ ആ ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഇതിനും കൂടെ നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് 2 എണ്ണം ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഫൈനൽ എന്താണെന്ന് കൂടെ കാണിച്ചു തരാമേ. ഇന്ന് 19 ദിവസമായി നമ്മൾ ഇതിന് പ്രൂണിങ് ഒക്കെ ചെയ്ത് വളമൊക്കെ കൊടുത്തിട്ട്. ഇത് ലോങ് മൽബറി ബ്ലാക്ക് ആണ്. ഇതിന് നല്ല നീളമുള്ളതാണ്. ഇത്രയും ഫലങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടി, നോക്കിക്കേ. അതുപോലെ യെല്ലോ അപ്പുറത്ത് നമ്മൾ ചെയ്ത് നിൽപ്പുണ്ട്, അതും നമുക്ക് കാണിക്കാം. അതിന് ഇത്രയും നീളമില്ല കേട്ടോ, ഇത്രയും ലെങ്ത് വരത്തില്ല. പക്ഷേ മധുരം നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതാണ് ഇതിനേക്കാൾ മധുരം യെല്ലോയ്ക്കാണ്. ഇത് ലോങ് മൽബറി യെല്ലോ ആണ്. നേരത്തെ നമ്മൾ കാണിച്ചത് ബ്ലാക്ക് റൈപ്പൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല കറുത്ത നിറത്തിലാവും. അതുപോലെ ഇത് റൈപ്പൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് യെല്ലോ നിറത്തിലാവും. നേരത്തെ അത്രയും ലെങ്ത് വരില്ല, പക്ഷെ മധുരം കൂടുതലാണ്. പ്രൂണിങ്ങും വളപ്രയോഗമൊക്കെ നടത്തി അതിന്റെ റിസൾട്ടും കൂടെ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 19 ദിവസത്തെ ഗ്യാപ്പിൽ അതിന്റെ റിസൾട്ടൂടെ ഉൾപ്പെടുത്തി ഈ വീഡിയോ ചെയ്തത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.